ഇതൊരു വലിയ അട്ടിമറി ശ്രമം കൂടിയാണ്. ഒരു അട്ടിമറി ശ്രമം. 75 വർഷം, മുക്കാൽ നൂറ്റാണ്ട് കാലം ഇവിടെ വഖഫിൻ്റെ ഭരണം വളരെ നന്നായിട്ട് നടന്നു വരികയാണ്. നമ്മുടെ ഭരണഘടനാനുസൃതമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിശ്വാസ പ്രമാണവുമായിട്ട് കൂടി ബന്ധപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങളൊന്നും അതിനെ കൈമേൽ കൈവച്ചിട്ടില്ല. 75 കൊല്ലം ഈ നിയമത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇടക്കാലത്ത് ഇവിടെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ നടന്ന ശ്രമങ്ങൾ ഇതിനെ പരിരക്ഷിക്കാനാണ്. അതിനുവേണ്ടി പല മുൻ ഗവൺമെൻറ്റുകൾ പലതും ചെയ്തിട്ടുണ്ട്. ഇത് അതിനൊക്കെ അട്ടിമറിച്ച് കാറ്റുപറത്തി അതിൻ്റെ ഡെഫനിഷൻ മുതൽ വായിച്ചു നോക്കിയാൽ അതിൻ്റെ സ്പിരിറ്റിനെ തകർക്കുന്ന, അതിനെ അടിമുടി മാറ്റുന്ന ഒരു സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ പോരാ, കയ്യേറ്റമാണ്. ഒരു ജനവിഭാഗത്തിൻ്റെ വിശ്വാസപരവും ധാർമ്മികവുമായ പരമപവിത്രമായിട്ടുള്ള ഒരു സംഗതി അതിനെ ഈ രീതിയിൽ അട്ടിമറിച്ച് ഭരണഘടനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അവരുടെ ഇച്ഛപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം കൊണ്ടു നടക്കുക എന്നുള്ളത് ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശമാണ്. അതിനെ ഹനിച്ചുകൊണ്ട് വരുന്ന ഈ നടപടിയെ എല്ലാ മതേതര കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഒന്നടങ്കം എതിർക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആ എതിർപ്പിൻ്റെ കൂട്ടത്തിൽ വളരെ ശക്തമായിട്ട് മുന്നിലുണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ സമധാനി വിളിച്ചു പറയുന്നത്? ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആളുകളെ ബോധിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആളുകൾ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു, ഇനി നരേന്ദ്രമോദിക്കോ BJPക്കോ ഒരു ശക്തമായ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇത് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറും BJPയുമുള്ള NDA ആണ് മുന്നോട്ട് പോകുന്നത്. ഇനി BJPക്കോ നരേന്ദ്രമോദിക്കോ പ്രധാനപ്പെട്ട ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഒരുപാട് പ്രതിപക്ഷത്ത് ആളുകളുണ്ട് എന്നൊക്കെ പ്രതിപക്ഷ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു. അവരൊക്കെ തന്നെ കേൾക്കുന്നില്ലേ? രാജ്യത്ത് പ്രധാനപ്പെട്ടൊരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. അതിനെതിരെ സമധാനി വിളിച്ചു പറഞ്ഞതാണ് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുള്ളത്. സമധാനി എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയുന്നത് മാറി മാറി കഴിഞ്ഞ 75 വർഷക്കാലമായിട്ട് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളൊന്നും തന്നെ വഖഫ് ബോർഡിൽ കൈകടത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭരണകൂടം ഇതിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ബോർഡിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത്. അതേപോലെ തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനാ അട്ടിമറിയാണ്, അങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സമധാനി ഇപ്പോൾ രംഗത്തെത്തിയത്. വഖഫ് ബോർഡിനെതിരെ മുസ്ലിം ലീഗ് ഒക്കെ തന്നെ ശക്തമായിട്ട് രംഗത്തുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന് എതിരെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പാർട്ടികളും സംഘടനകളും ഒക്കെ തന്നെ ഇതിൽ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ആദ്യമേ തന്നെ ഈ സമധാനിയൊക്കെ വിളിച്ചു പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക, എന്നിട്ട് അവരെയൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പേയും ഒരുപാട് ഇതേപോലെ വിഷയങ്ങൾ വരുമ്പോൾ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് ഇവർ രംഗത്ത് വരാറുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇതിനു മുമ്പേയുള്ള ലേറ്റസ്റ്റ് വിഷയമാണ് മുസ്ലിം ലീഗ് എടുത്തുയർത്തിയത് CAA, അതായത് പൗരത്വ നിയമം. ആ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു ഇവന്മാർ എടുത്തു വിളിച്ചു പറഞ്ഞത്? എന്നിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെയൊക്കെ എന്തൊക്കെയായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്? മുസ്ലിങ്ങളായിട്ടുള്ള സകല ആളുകളും നാട് വിട്ടു പോവേണ്ടി വരും, ഇവിടെ ഇനി നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സകല ആളുകളെയും തെരുവിലിറക്കിയിട്ട് എത്ര വലിയ പ്രകടനങ്ങൾ ഈ മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്. വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ മുസ്ലിം ലീഗ് നടത്തിയിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? പൗരത്വം നടപ്പിലായി. ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? അത് മുസ്ലിം ലീഗിന് അന്നേ അറിയാം. അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉയർത്തിയിട്ട് വിഷയമുണ്ടാക്കി അവർ മുതലെടുപ്പിലൂടെ തന്നെ അവരുടെ സീറ്റുകളൊക്കെ തന്നെ ഇന്നും നിലനിർത്തി മുന്നോട്ട് പോകുന്നു. ഇവർക്ക് പ്രത്യേകിച്ച് വികസനം ചെയ്ത കഥകളൊന്നും തന്നെ പറയാനുണ്ടാവില്ലല്ലോ.
മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് മുസ്ലിം ലീഗ് എന്ന വാദമാണല്ലോ ഇവർ നിരന്തരം ഉയർത്താറുള്ളത്. ഇപ്പൊ എന്താ വിഷയം വന്നിട്ടുള്ളത്? രാജ്യത്ത് പ്രധാനപ്പെട്ടൊരു തീരുമാനം, പുതിയൊരു ബില്ല് വന്നിരിക്കുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ പറയാ, ഈ സമദാനി തന്നെ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അട്ടിമറിയാണ് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾ ഭയപ്പെടും. ഇതെന്തോ ഭരണഘടന അട്ടിമറിയോ, അല്ലെങ്കിൽ ഇതെന്തോ ഇതിനെതിരെയാണ് ചെയ്യുന്നത് എന്നൊക്കെ. അങ്ങനെയല്ല, കൃത്യമായിട്ട് ഭരണഘടനയിൽ തന്നെ ഭേദഗതി ചെയ്യാൻ സാധിക്കും. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ സംവിധാനത്തിന് കൃത്യമായിട്ട് ഭേദഗതി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഭരണഘടനയിൽ ഉള്ളതുപോലെ തന്നെ കൃത്യമായ മാറ്റങ്ങൾ വരുത്തി രാജ്യത്തിന് ഗുണകരമായിട്ട്, രാജ്യത്തിന്റെ സുരക്ഷയനുസരിച്ച് ഏത് നിയമങ്ങളും മാറ്റം വരുത്തുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു മാറ്റം വരുത്തലാണ് ഭരണഘടനയിൽ ഈ ഒരു പുതിയ ബില്ലിലൂടെ നമുക്കൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. എന്താണ് പുതിയ ബില്ലിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ? ഒന്ന്, തോന്നിയതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഈ പറയുന്ന വഖഫ് ബോർഡിന് ഇനി സാധിക്കില്ല. അതേപോലെ തന്നെ കയ്യിലുള്ള സ്വത്തുവകകൾ, കയ്യിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ഏക്കറുകളിലാണ് ഇവരുടെ സ്വത്തു കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ, രേഖകൾ ഇനി മുതൽ കാണിച്ചിരിക്കണം. ആ രേഖകളില്ലാത്ത വസ്തുക്കൾ ഒരിക്കലും പാർട്ടി ഓഫീസിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നല്ല പറഞ്ഞത്. ഈ വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഇവർ കൈവശം വെച്ചിരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള രേഖകളില്ലെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പുതിയ ബില്ലിലുള്ളത്. അതിലിപ്പോ എന്താ പ്രശ്നം? രേഖകളില്ലാത്ത ഒരു വസ്തുവകളും രാജ്യത്ത് ഒരു സംവിധാനവും കൈവശപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയല്ലേ സാമാന്യ ബോധമുള്ള ആളുകളൊക്കെ കരുതേണ്ടത്? കൃത്യമാണ്. ഇതിൽ വന്നിട്ടുള്ള ഓരോ ബില്ലിൽ വന്നിട്ടുള്ള ഓരോന്നും, അതായത് വഖഫ് ബോർഡിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തണം, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തണമെന്നാ പറയുന്നത്. അതേപോലെ തന്നെ സ്ത്രീ പ്രാതിനിധ്യം, അതിനൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? അതായത് നമ്മുടെ രാഷ്ട്രപതി പോലും സ്ത്രീ അല്ലേ, പിന്നെ ഇതിലൊക്കെ എന്താണ് ഇത്ര പ്രശ്നമുണ്ടാക്കാനുള്ളത്? അതേപോലെ തന്നെ ഈ ഓരോ വിഷയങ്ങൾ ഇതിൽ വന്നിട്ടുള്ള ഈ പുതിയ ബില്ലിൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. കണക്കുകൾ മുന്നോട്ട് വെക്കുക, രേഖകൾ ഉണ്ടാവുക, തോന്നിയതുപോലെയുള്ള അവകാശങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ബില്ലിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൈവശം വെച്ച് ഇതൊക്കെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾക്ക് ഈ ഒരു ബില്ലൊക്കെ വരുമ്പോൾ വെപ്രാളം വരും. അത് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ അത് കൃത്യമായിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാണ്. ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. സാധാരണ മുസ്ലിങ്ങളൊന്ന് കൃത്യമായിട്ട് സ്വയം ബോധം വെച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ഏക്കറുകളിലാണ് സ്വത്തുവകകൾ ഉള്ളത്. പ്രത്യേകം നിങ്ങൾ ഓർക്കണം, രാജ്യത്ത് റെയിൽവേ, അതേപോലെ തന്നെ ഡിഫൻസ്, ഇതിനോടടുത്ത് നിൽക്കുന്ന സ്വത്തുവകകളാണ് ഈ വഖഫ് ബോർഡിനുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. എന്നിട്ട് സാധാരണ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളല്ല, അതിലും താഴെ നിൽക്കുന്ന എത്ര മുസ്ലിങ്ങൾ രാജ്യത്തുണ്ട്, എത്ര മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവർക്കൊക്കെ ഈ വഖഫ് ബോർഡിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എന്തെങ്കിലും ഒരു ഉപകാരം സാധാരണ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്നിട്ട് ഇവിടെ പട്ടിണി കിടക്കുന്ന ഒരു മുസ്ലിങ്ങളും ഇല്ലേ? രാജ്യത്ത് എത്രത്തോളം പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ട്, അവർക്കൊക്കെ ഇവർ ഒരിക്കലും ഇവരൊരു വീതം വെപ്പും നടത്തുന്നൊന്നുമില്ല. ഇപ്പൊ ഇനി സകല സാധാരണ മുസ്ലിങ്ങളെയും ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ട് പ്രകടനങ്ങൾക്ക് വരണം, പ്രതിഷേധങ്ങൾക്ക് വരണം, സമരങ്ങൾ നടത്തണം, ഇത് നമുക്ക് പ്രശ്നമായെന്ന രീതിയിൽ പറയുമ്പോൾ ഒരു സാധാരണക്കാരും ഓടി ആ സമരങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല. ഈ വഖഫ് ബോർഡിലൊക്കെ സ്വത്ത് അടക്കം പിടിച്ച് മുന്നോട്ട് പോകുന്ന നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളുടെ ഒരു സുഖജീവിതത്തിന് കൊണ്ടു നടക്കുന്നത് മാത്രമാണ് ഈ സംവിധാനങ്ങളൊക്കെ. രാജ്യത്ത് ഏത് തരത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് ഗവൺമെന്റുകൾക്ക് രേഖകൾ നോക്കാൻ പറ്റുന്നത് തന്നെയാവണം.
അത് വഖഫ് ബോർഡായാലും എന്തു തന്നെയായാലും അങ്ങനെ തന്നെയുള്ളത് തന്നെയാണ് രാജ്യത്തിന് ഗുണം, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഗുണം. എന്തുകൊണ്ടും ഒരു സംവിധാനത്തിനും കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നത് അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഈ പുതിയ ബില്ലിനെ സൂഫി സംഘടനകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പുതിയ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തയാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഈ വഖഫ് ബോർഡിലെ പുതിയ ബില്ല് അനുസരിച്ച് വരുന്ന തീരുമാനങ്ങൾ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരു മുസൽമാനും ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ കൃത്യമായ രേഖകൾ കാണിക്കാൻ സാധിക്കുമെങ്കിൽ അവർക്കും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത്.